ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിന് ഒരു കാര്യവും. ഇത് പറഞ്ഞുകൊണ്ട് വേണം ഇന്ന് ഇവിടുന്ന് പോകാൻ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട്ടുകാരുടെ മുഖം കണ്ട് വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ഇത് പറയണം. എന്തോ പറയണം? ദൈവത്തിനൊരു കാര്യവും. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം വീണ്ടും 10 പ്രാവശ്യം പറയണം. എന്തോ പറയേണ്ടത്? ദൈവത്തിനൊരു കാര്യവും. രാത്രി ഡിന്നർ കഴിഞ്ഞ ശേഷം വീണ്ടും 10 പ്രാവശ്യം പറയണം. വൈകിട്ട് ചായ കുടിച്ചതിന് ശേഷം പറയാൻ, ചായയും വടയും കഴിച്ചതിന് ശേഷം പറയാൻ കഴിയുന്നെങ്കിൽ അന്നേരവും 10 പ്രാവശ്യം പറയണം. അവൻ ചുരുങ്ങിയത് 30 പ്രാവശ്യം ഇത് പറഞ്ഞാൽ ഒരു മാസമാകുമ്പോഴത്തേന് എത്ര പ്രാവശ്യമാകും? കണക്കറിയാവുന്ന ഒരാൾക്ക് ഉണ്ടോ? 900. വേറെ നമ്പരുണ്ടോ? 900 പ്രാവശ്യം ഒരു മാസം. അപ്പോൾ 900 പ്രാവശ്യം ഒരു മാസം പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഒരത്ഭുതം നമ്മുടെ വീട്ടിൽ നടക്കും. ദൈവത്തിന് ഹല്ലേലൂയ, സ്തോത്രം. ഇത് പറയണം. നമ്മുടെ നാവിലാണ് ജീവനും മരണവും. ഞാൻ ചാകുമെന്ന് ഇവിടുന്ന് പറഞ്ഞോട്ട് പോയാൽ അങ്ങ് വീട്ടിൽ ചെല്ലത്തില്ല. ഞാൻ പരീക്ഷയെ തോക്കുമെന്ന് പറഞ്ഞ് എത്ര പഠിച്ചിട്ട് പോയി എഴുതിയാലും തോക്കും. എന്നാൽ ചില സമയത്ത് മുഴുവൻ ചോദ്യങ്ങളും വലിയ പ്രയാസമുള്ളതാണേലും ജയിക്കും, കർത്താവ് എന്നെ സഹായിക്കുമെന്ന് പറയുന്നവർ കടന്നുകൂടും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മക്കളെ വിളിക്കുമ്പോൾ ഒന്നും നെഗറ്റീവ് പറയരുത്. എന്തോ പറയണം? അസാധ്യമല്ല. ഇന്ന് തിരിച്ച് വണ്ടിയെ കയറി തിരിച്ചു പോകുമ്പം പാസ്റ്ററുടെ കുറ്റവും വന്ന ഭാഷയുടെ കുറ്റവും ഒന്നും പറയാതെ ഇത് പറഞ്ഞുകൊണ്ട് പോകണം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പണ്ടൊരിക്കൽ ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരു സഹോദരി വന്ന് എന്നോട് പറഞ്ഞു, അത് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. MSc നേഴ്സിംഗ് പരീക്ഷ എഴുതി പാസ്സായ ഒരു സഹോദരി. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ 2 വർഷമായിട്ട് ജോലിയില്ല. അപ്ലൈ ചെയ്തു, എല്ലായിടും അപ്ലൈ ചെയ്തു, പക്ഷെ റിപ്ലൈ ഇല്ല. പക്ഷേ ഈ 2 ആഴ്ച ദിവസം 3 പ്രാവശ്യം 3 10 30 പ്രാവശ്യം ഞാൻ പറയാൻ പോവാ, ജോലി കിട്ടുമെന്ന് അറിയണം. ദൈവത്തിനൊരു കാര്യവും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ജോലിക്ക് വിളിച്ചു. പക്ഷേ ഒരു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലില്ല, ജോലിക്ക് വിളിച്ചു. ജോലിക്ക് വിളിച്ച ഹോസ്പിറ്റലിൽ ആ മാനേജരോട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം മാനേജർ പറയുകയെന്ന്, വന്ന് ജോലി എടുത്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഇട്ടാൽ മതിയും. 2 വർഷം ആപ്ലിക്കേഷൻ ഇട്ടിട്ട് വിളിക്കാതിരുന്നപ്പോൾ ആപ്ലിക്കേഷൻ ഇടാത്തിടത്ത് നിന്ന് വിളിച്ചു. അതാണ് ദൈവത്തിന് ഒരു കാര്യമോ. ആ കരങ്ങളെ അടിച്ച് ദൈവത്തെ സൂചിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കുന്ന കസേരയിൽ ഇരുന്ന് ഇത് പറ. നിന്റെ കസേരയിൽ അത്ഭുതം നടക്കും. ആരും അറിയാതെ രോഗശാന്തി നടക്കും. ദൈവം നിന്റെ ഹാർട്ടിനെ തൊടും, നിന്റെ ലങ്സിനെ തൊടും, ബൈക്കിനെ തൊടും. ഓപ്പറേഷൻ ഇല്ലാതെ ഈ രാവിലെ ദൈവം നിന്നെ സൗഖ്യമാക്കും. ഗ്ലോറി, 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 ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. ആയിരക്കണക്കിന് ആളുകൾ കൂടിയടത്ത് ഇടയ്ക്കൂടെ വന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ തൊട്ടു. യേശുവിൽ നിന്ന് ശക്തി അവനിൽ പുറപ്പെട്ടു. യേശു ഉടനെ ഒരു ചോദ്യം ചോദിച്ചു, ഹൂ ടച്ച് മീ? എന്നെ തൊട്ടത് ആര്? ശിഷ്യന്മാർ വിചാരിച്ചു
ഇച്ചിരി ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഇറങ്ങി തിരിച്ചത്. ഇപ്പോഴാണ് മനസ്സിലായത് വളരെ മോശമാണ്. ക്രൗഡ് ഇങ്ങനെ ഞെരിക്കുമ്പോൾ യേശു ചോദിക്കുകയാണ്, എന്നെ തൊട്ടതാരാണ്? അബദ്ധം നമുക്കേ പറ്റത്തുള്ളൂ, യേശുവിന് അബദ്ധം പറ്റത്തില്ല. സ്തോത്രം. യേശു ശരിയാ, നിങ്ങൾ പറഞ്ഞു സോറി, ഒരബദ്ധം പറ്റിയതാ. അങ്ങനെ യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞു, ഇവിടെ ആളുകൾ എന്നെ ഇടിക്കുന്നെങ്കിലും എന്നെ തൊട്ടതൊരുത്തിയേ ഉള്ളൂ. വിശ്വാസത്തിന്റെ കരം നീട്ടി ഈ ക്രൗഡിന്റെ നടുവില് എന്നെ തൊട്ട ഒരുത്തിയുണ്ട്. ഇവിടെ 100 പേരുണ്ടെങ്കിലും ഈ രാവിലെ വചനം കേൾക്കുമ്പോൾ അകത്ത് വിശ്വാസമുള്ളവൻ ആ കൈ നീട്ടി യേശുവിനെ തൊഴ. ഗ്ലോറി 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 ഗ്ലോറി. അടുത്തിരിക്കുന്നവരറിയത്തില്ല, നിന്റെ പുറയിലിരിക്കുന്നവരറിയത്തില്ല, പക്ഷെ നിന്നിൽ ഈ രാവിലെ അറിയും. ശക്തി വ്യാപരിച്ചാൽ നിന്നിലറിയും. നിന്റെ രക്തസ്രവം നിൽക്കും. ഹല്ലേലൂയ. നിന്റെ വേദന ഡിസപ്പിയർ ആകും. ഗ്ലോറി 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 ഗ്ലോറി. നിന്റെ വൈറസ് ഈ രാവിലെ മാറും. നിന്റെ ബാക്ടീരിയ ഈ രാവിലെ മരിക്കും. ഓ ഗ്ലോറി 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 ഗ്ലോറി. Praise the Lord, praise the Lord, praise the Lord. യേശു ചോദിക്കുക, എന്നെ തൊട്ടതാരാ? Praise the Lord. പക്ഷെ അവളൊരു റിസ്ക് എടുത്താ തൊട്ടത്. വിശ്വാസത്തിനൊരു റിസ്ക് ഉണ്ട്. ബുദ്ധി പറയും നടക്കത്തില്ല നടക്കത്തില്ല നടക്കത്തില്ല. പക്ഷെ വിശ്വാസം പറയണോ, അല്ല, ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. നിങ്ങൾ എത്ര പഠിത്തമുള്ളവരാണെങ്കിലും എത്ര മെഡിക്കൽ പഠനം ഉണ്ടെങ്കിലും അതിനപ്പുറത്ത് വിശ്വാസം വർദ്ധിക്കണം. ദൈവത്തിന് ഈ രാവിലെ അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. 48 വർഷം മുമ്പ് ഞാൻ മാനസികമായ ഒരു വലിയ ഭയത്തിൽ കഴിഞ്ഞ ഒരാളാണ്. ഞാനൊരു ഓർത്തഡോക്സുകാരനായിരുന്നു. 2.5 വർഷം മരുന്നെടുത്തു. 2.5 വർഷം ഈ കേരളത്തിലുള്ള എല്ലാ ഡോക്ടർമാരെയും കണ്ടു. പഠനം നഷ്ടപ്പെട്ടു. വീടിൻ്റെ മുറിക്കകത്ത് കഴിയുമ്പോൾ ഒരു പെന്തക്കോസിലെ പാസ്റ്റർ എൻ്റെ വീടിൻ്റെ വാതിക്കൽ മുട്ടി. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, പെന്തക്കോസ് ആണെങ്കിൽ ഇവിടെ വരണ്ടെന്ന് പറഞ്ഞു. പെന്തക്കോസ് ആണെങ്കിൽ വരണ്ട. അപ്പോൾ അദ്ദേഹം അങ്ങ് പോയി. 2 ആഴ്ച കഴിഞ്ഞ് ഈ പാസ്റ്റർ വീണ്ടും വന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, 2 ആഴ്ച മുമ്പേ വന്നപ്പോഴും ഞാൻ പറഞ്ഞില്ലേ പെന്തക്കോസ് ആണെങ്കിൽ വരണ്ടെന്ന്. പക്ഷേ 2ാമത് വന്നതുകൊണ്ട് എൻ്റെ മോന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാനിവിടെ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, 2-3 പേര് ഒന്നിച്ച് വന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഇതുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടാന്ന് ഞാൻ പറഞ്ഞു. 2-3 പേര് വന്നാൽ ശബ്ദമാവും. പിന്നെ ഈ അയലൊക്കത്തുള്ളവരെല്ലാം അറിയും ഇവിടെ പെന്തക്കോസ്തുകാർ കയറിയെന്ന്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ശബ്ദം ഇല്ലാതെയും പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലേ ആളുകളെ കുറ്റത്തുള്ളൂ. സ്തോത്രം. ഈ പാസ്റ്ററും 3 പേരും കൂടെ എൻ്റെ വീട്ടിൽ ഒരു വെള്ളിയാഴ്ച പകല് ഉപവാസത്തോട് വന്നു. ഒരു 12 മണി സമയമായപ്പോൾ ഇവർ അന്യഭാഷ പറഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ച് ആത്മശക്തിയോടെ എൻ്റെ രോഗഭയത്തെ ശാസിച്ച് പ്രാർത്ഥിച്ചു. 2.5 കൊല്ലം നടക്കാത്ത ഒരു സംഭവം. ആത്മശക്തിയോട് പ്രാർത്ഥിച്ച മുറിക്കുള്ളിൽ എൻ്റെ ശരീരത്തിൽ തല തൊട്ട് കാലുവരെ കരണ്ട് അടിക്കുന്നത് പോലെ വ്യാപരിച്ചു. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് ഈ രാവിലെ ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ ആര് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ അതിന് സാക്ഷിയാണ്. ഹല്ലേലൂയ. എന്നെ വിടുവിച്ച ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 1 മിനിറ്റ് എടുത്തില്ല എന്നെ ദൈവം ആ ഭയത്തിൽ നിന്ന് വിടുവിക്കാൻ.
മന്ത്രവാദം, ഹിപ്നോട്ടിസം, കൂടോത്രം മരുന്ന് ആയുർവേദം, ഹോമിയോപ്പതി ഇംഗ്ലീഷ് മരുന്ന്, കടമുറ്റത്ത് സേവ, കന്നിമറിയാം, മുഴുവൻ ഞാൻ പരിശ്രമിച്ചതാ. പക്ഷെ എല്ലാം തള്ളിയെടുത്ത് ദൈവത്തിന്റെ കരം ചലിച്ചു. ഓ ഹല്ലേലൂയ! ഈ രാവിലെ ചലിക്കുന്ന ഒരു കരമുണ്ട്. അത് ഡോക്ടറുടെ കരമല്ല, അതിന് മീതെ ഇരിക്കുന്ന ഒരു കരം. അത് ദൈവത്തിന്റെ കരം. ഓരി 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 ഓരി. വിദ്യാഭ്യാസമെല്ലാം നഷ്ടപ്പെട്ട് 2.5 വർഷം പഠനം നഷ്ടപ്പെട്ട് 10ാം ക്ലാസ് പോലും പഠിക്കുമെന്ന് പ്രതീക്ഷയില്ലാതെ ഭാവിയെല്ലാം അവസാനിച്ച് നിരാശനായിരുന്നിടത്തു നിന്ന് ആ മുറിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ആത്മശക്തിയാണ്. അന്യഭാഷയിൽ കഥയുണ്ട്. അഭിഷേകം പറയുന്നതിനകത്ത് വലിയ കഥയുണ്ട്. അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ അടയാളത്തോട് പറയാത്ത എല്ലാവരും പറയണം. ആമേൻ. ഇപ്പോഴേ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇപ്പം പെന്തക്കോസ്തുകാരുടെ സഭയിൽ ഒരു 30% കൂടുതൽ അഭിഷേകം പ്രാപിച്ചവരില്ല. പണ്ടങ്ങനല്ല. പണ്ട് കാത്തിരിപ്പ് യോഗം, പ്രവചനം, വെളിപ്പാട്, രോഗശാന്തി, വ്യാഖ്യാനം, ഇതുവല്ലോ ഉണ്ട്. ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ 9 വരും, 11:45 പോകണമെന്നുള്ള ചിന്തയുള്ളൂ സഹോദരൻ. പണ്ടങ്ങനല്ല. യോഗം തീരുന്ന സമയത്താ സഹോദരം. പക്ഷെ കൃപാവരങ്ങളുടെ വലിയ അനുഭവമുണ്ട്. ഇപ്പോഴും സിലോൺ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ കാത്തിരിപ്പ് യോഗമുണ്ട് എല്ലാ ആഴ്ചയിലും. ഇല്ലാത്തത് മറ്റ് പെന്തക്കോസ്തുകാരുടെ ഇടയിലാണ്. അതൊക്കെ സെമിനാർ കൊണ്ടുപോയി. പക്ഷേ അഭിഷേകം വലിയ ഇമ്പോർട്ടൻ്റാ. നമ്മൾ ഈ നിലയിൽ അങ്ങോട്ട് പോയാൽ പെന്തക്കോസ്ത് സഭ ബ്രദറൻ സഭയായി മാറും. ബ്രദറൻകാർ പലരും എൻ്റെ വീട്ടിൽ വരാറുണ്ട് അഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞ്. 30 വർഷം ബ്രദറുള്ള മൂപ്പനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഭാര്യയും കൂടെ ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ വന്നു. എന്താന്ന് ചോദിച്ചു, പറഞ്ഞു അഭിഷേകം പ്രാപിക്കണം. പെന്തക്കോസ്തിലെ മൂപ്പൻ അതേ പറയുന്നതിനകത്ത് കാര്യമില്ലെന്ന്. സ്തോത്രം. എന്നാൽ വേർപാടിലെ മുമ്പ് പറയാണ് കാര്യമുണ്ടെന്ന്. ഹല്ലേലൂയ! എനിക്കാഗ്രഹം ഈ കുഞ്ഞുങ്ങളെല്ലാം അന്യഭാഷയിൽ നൃത്തം ചെയ്തു ഈ സഭയിൽ ആരാധിക്കാൻ തുടങ്ങിയാൽ സഭായോഗത്തിന്റെ അന്തരീക്ഷം മാറും. ഹല്ലേലൂയ! കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രദറൻ ചർച്ചുകാര് എന്നെ 3 ദിവസത്തെ മീറ്റിങ്ങിന് വിളിച്ചു, അമേരിക്കയിലാണ്. അപ്പോൾ ഞാൻ അവരോട് എടുത്ത് ചോദിച്ചു, ഞാൻ അന്യഭാഷ പറയുന്ന ഒരു പെന്തക്കോസ്തുകാരനാണ്. അന്നേരം അവർ പറയാം, അത് അറിഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടത്തെ യോഗം ബ്രദറൻ ചർച്ചിൽ. പക്ഷെ സഭായോഗം കഴിഞ്ഞപ്പോൾ അത് പെന്തക്കോസ്ത് ചർച്ചായി മാറി. ഈ 2 ദിവസം കൊണ്ട് ഒരു 25-ലധികം വേർപാടുകാർ അഭിഷേകം പ്രാപിച്ചു. അതിന്നവിടെ പെന്തക്കോസ്ത് സഭയാണ്. ഹല്ലേലൂയ! ആമേൻ. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, പത്തനാപുരത്തുകാരനായ ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയറാ. അത് എഴുന്നേറ്റ് എന്നെ പറഞ്ഞു, പാസ്റ്റർ 31 വർഷം അന്യഭാഷയ്ക്കെതിരെ പഠിപ്പിച്ച ഒരാളാണ് ഞാൻ. എന്നാൽ എൻ്റെ തലമുറയും ഇന്ന് രാവിലെ അഭിഷേകം പ്രാപിച്ചു. ദൈവത്തിന് ഇനി എതിരെ പ്രസംഗിക്കാനില്ല. ഇനി കാമൻ ഇത് കേൾക്കാൻ വേണ്ടി ഞാനും കാത്തിരിക്കാൻ പോവുകയാണ്. അതേ മരിച്ചുപോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു കാര്യവും. അപ്പം ഇന്ന് ഇത് പറഞ്ഞുകൊണ്ട് പോകേണ്ട വാക്യം എന്തുവാ? ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ! എത്ര പ്രാവശ്യം പറയണമെന്നാണ് ഞാൻ പറഞ്ഞേ? അല്ല, 30 പ്രാവശ്യം ഉണ്ടോ? ഇനി എച്ചിയുടെ കഴിഞ്ഞ് ചോദിക്കാമെങ്കിൽ പറയാം 5 പ്രാവശ്യം എന്ന് പറയും. സ്തോത്രം. 30 പ്രാവശ്യം പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! എൻ്റെ വൈഫ് ചില മാസങ്ങൾ പാരലൈസായി കിടന്ന ഒരു സമയമുണ്ട്.
ആമൻ കംപ്ലീറ്റ്ലി പാരലൈസ്ഡാ. സയാറ്റിക് നെർവ് ആമൻ നെർവ് ഡാമേജായി. ലോവർ ബാക്ക് പെയിൻ തുടങ്ങിയതാ. 2.5 മാസം അതിഭയങ്കര വേദനയാൽ നിലവിളിച്ചു. 3 പ്രാവശ്യം സർജറിക്ക് വേണ്ടി 2-3 പ്രാവശ്യം സർജറിക്ക് വേണ്ടി കൊണ്ടുപോയി. സർജറി നടന്നില്ല ചില കാരണങ്ങളാൽ. വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൈവദാസൻ 1000 മൈൽ ദൂരത്തു നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാവിലെ സഭായോഗത്തിൽ വെച്ച് ഒരു ദൈവദാസിയുടെ മേൽ ആത്മാവ് വന്ന് എന്നോടൊരു ദൂത് പറഞ്ഞു. ഇന്ന പട്ടണത്തിൽ താമസിക്കുന്ന പാസ്റ്ററുടെ ഭാര്യ തളർന്നു കിടക്കുകയാണ്. നിങ്ങൾ ഇന്ന് രാത്രി അവിടെ പോയി പ്രാർത്ഥിക്കാമെങ്കിൽ അവൾ എഴുന്നേക്കും. സ്തോത്രം. ഈ ദൈവദാസൻ എന്നെ സഭായം കഴിഞ്ഞിട്ട് വിളിച്ചൊരു 2 മണിയായി. ഞാൻ ഈ രാത്രി നിങ്ങളുടെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു വരാൻ. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പിന്നെ വരാൻ പറ്റത്തില്ലെന്ന് പറയണം. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പിന്നെ അപ്പുറത്തെ കാര്യമില്ല. രാത്രി 11:30 ആയപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു. ഫ്ലൈറ്റ് എടുത്ത് വേറൊരു ദൈവദാസനെ വിളിച്ച് ഫിലദൽഫിയ എന്ന് പറയുന്ന പട്ടണത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നു. എൻ്റെ വൈഫിനെ മുകളിലത്തെ റൂമിൽ നിന്ന് താഴത്തെ റൂമിൽ ഇങ്ങനെ കൊണ്ട് കിടത്തി. ഈ ദൈവദാസൻ ഒന്നും ചെയ്തില്ല. കസേരയിരുന്ന് വിശ്വാസത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇന്നും വിശ്വസിച്ചാൽ അത്ഭുതം നടക്കും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭാര്യ ചോടി എഴുന്നേറ്റ് അന്യഭാഷ പറഞ്ഞ് ആ മുറിക്കകത്തൂടെ ഓടി നടക്കാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് പറയുകയാണോ, ദൈവത്തിൻ്റെ ദൂതൻ ഒരു വടിയുമായി വന്ന് എൻ്റെ നടുവിനെ തൊട്ടു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ രാവിലെ ദൈവദൂതൻ ഹോളിൽ ഇറങ്ങി. നിന്റെ നടുവിനെ നിന്റെ കുടുംബത്തിൽ രോഗിയായിരിക്കുന്ന ആ വ്യക്തിയെ ആരുടെയൊക്കെയോ രോഗങ്ങൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് അഴിക്കുക. ആരുടെയൊക്കെയോ ശരീരത്തിലോ ഈ രാവിലെ അത്ഭുതം നടക്കുന്നുണ്ട്. ചിലരുടെ നടുവേദനയ്ക്ക് ഇന്ന് രാവിലെ സൗഖ്യമുണ്ട്. ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോവർ ബാക്കുമായി ബന്ധപ്പെട്ട ചില ബന്ധനങ്ങൾ, ചില നെർവ് ഡാമേജുകൾ പരിശുദ്ധാത്മാവ് റിസ്റ്റോർ ചെയ്യുകയാണ്. ഗ്ലോറീസ്. ദൈവത്തിൻ്റെ പൈതല്, ഞാൻ ഈ രാവിലെ പറയുന്ന കഥയല്ല, ഇത് സ്റ്റോറിയല്ല. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വിശ്വസിക്കുന്ന സഭയ്ക്കകത്ത് ദൈവം ചെയ്യും. ഞാൻ ദൈവത്തിൻ്റെ പ്രസൻസ് ഇവിടെ അനുഭവിക്കുന്നു. ചില മാനസികമായി ഭാരപ്പെട്ടിരിക്കുന്നവരുടെ ബന്ധനം ദൈവം അഴിക്കാൻ പോവാം. ചില നാളുകളായി നിനക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. നിന്റെ ഹൃദയത്തിൽ വലിയ ഭാരമാണ്. ആരോടും പറയാതെ നീ അടക്കി വെച്ചിരിക്കുന്ന നിന്റെ ഭാരമേറിയ വിഷയം പരിശുദ്ധാത്മാവ് ബന്ധനം അഴിക്കുക. നിന്റെ തലമുറയ്ക്ക് ഒരു സൗഖ്യം വരും. നിന്റെ നഷ്ടപ്പെട്ട ജോലി ദൈവം മടക്കിക്കൊടുക്കും. നിന്റെ നഷ്ടപ്പെട്ട വിസ, നിന്റെ യാത്ര മുടങ്ങിക്കിടക്കുന്നതോ ഈ സഭായോഗത്തിൽ ദൈവം ആ ചുരുൾ അഴിക്കാൻ പോവുകയാണ്. ഗ്ലോറി ഓരി 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 ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ. മറിയയ്ക്ക് ദൂതൻ പറഞ്ഞ ഈ കാര്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആമേൻ, ഇതെങ്ങനെ നടക്കും? അപ്പോൾ ഗബ്രിയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നടക്കാത്ത കാര്യം നടക്കും. പക്ഷെ അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിട്ടാൽ ഇമ്പോസിബിളായത് ഈ രാവിലെ നടക്കും.
ഹല്ലേലൂയ. നമ്മുടെ ജഡത്തിലല്ല ഈ രാവിലെ അത്ഭുതം നടക്കുന്നത്, ജഡത്തിലല്ല അത്ഭുതം നടക്കുന്നത്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ 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 ഹല്ലേലൂയ. ആ ഇരിക്കുന്ന കസേരയിൽ ദൈവ ശക്തി നിന്റെ മർത്തിയ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ നടക്കാത്ത കാര്യം Glory, 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 glory. ദൈവാത്മാവ് പറയുന്നു അത് നടക്കും. ക്യാൻസർ ആയാലും സൗഖ്യമുണ്ട്. 4th സ്റ്റേജ് ആണെങ്കിലും ഈ രാവിലെ ശക്തി വ്യാപരിച്ചാൽ ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ നടക്കുമെന്നുള്ളതിൻ്റെ നിന്റെ വിഷയമല്ല, നടത്താൻ ശക്തിയുള്ളവന് നിന്നോടൊരു ദൂത് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ ദൈവം പ്രവർത്തിക്കും. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞത് പ്രവചിച്ചാൽ മതി, അതിൻ്റെ പുറകിൽ എൻ്റെ കരം ജാഗരിക്കും. ഹല്ലേലൂയ. സഹോദരങ്ങളെ, വചനം ലോഗോസാണ്, എഴുതപ്പെട്ടതാ. അത് ഉള്ളിൽ വിശ്വാസമായാൽ ഈ രാവിലെ റീമയാകും. ഹല്ലേലൂയ. ആമേൻ. ഒരു കിണറ്റിൽ കിടക്കുന്ന വെള്ളമാണ്, പക്ഷെ അത് ബക്കറ്റിൽ കോരുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടുന്ന പോലെ ഈ വാക്യം നിങ്ങളുടെ അകത്ത് വിശ്വാസമായി പരിണമിക്കാമെങ്കിൽ ആ ഇരിക്കുന്ന കസേരയിൽ വെച്ച് നീ അത്ഭുതം കാണും. നിന്നെ ചലിക്കാത്ത കൈ ഉണ്ടല്ലോ, ആ കൈ രാവിലെ ചലിക്കും. ആ കൈ രണ്ടും അടിച്ച് ആ വായൊന്ന് തുറന്ന് വെറുതെ ഇരിക്കരുത്. ഓ ഗ്ലോറി ഓരി 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 ഓരി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ചെല്ലക്കാട് ചർച്ചകോടി വന്നിട്ട് കസേരയിൽ വെറുതെ ഇരുന്നാൽ വെറുതെ പോവും. പക്ഷെ കേൾക്കുന്ന വചനം വിശ്വാസമായി ഏറ്റെടുത്ത് കൈയും വായും ചലിക്കാമെങ്കിൽ ഉള്ളിൽ ഈ രാവിലെ അത് ദൈവശക്തിയാവും. അത് ദൈവശക്തിയായി മാറും. ഗ്ലോറി. നിന്റെ ബന്ധനം ഈ രാവിലെ അഴിയും. നിന്റെ ചങ്ങല ഈ രാവിലെ പൊട്ടും. നീ ആത്മാവിൽ ശബ്ദം കേൾക്കും. നിന്റെ കൈമേൽ നിന്നോ ചങ്ങല അഴിയുന്നതോ, നിന്റെ തലമുറയുടെ ചങ്ങല അഴിയുന്നതോ. ദൂതൻ മറിയോട് പറഞ്ഞു, ഈ ദൂത് കേട്ടിട്ട് അവിശ്വാസിയുടെ വീട്ടിൽ നീ പോവരുത്. നിന്റെ കസിൻ എലിസബത്തിൻ്റെ വീട്ടിൽ പോവും. കാരണം അവരെഴുതി തള്ളിയ കേസ് ഞാൻ ഏറ്റെടുത്ത അവിടെ വീട്ടിൽ ചെന്നാൽ നിന്റെ വിശ്വാസം വർദ്ധിക്കും. സക്കറിയാവും എലിസബത്തും ദൈവഭക്തരായിരുന്നു, നീതിയുള്ളവരും സാക്ഷ്യമുള്ളവരും. പക്ഷെ ശ്രദ്ധിക്കുക, നീതിയുള്ളവരും സാക്ഷ്യമുള്ളവരായിട്ട് പോലും അവരുടെ ചില വിഷയത്തിന് ദൈവം മറുപടി കൊടുത്തില്ല. അപ്പം നമ്മുടെ ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരാതിരിക്കുമ്പോൾ ആരെയും കുറ്റം പറയണ്ട, അതിനാരുടെ കുഴപ്പം കൊണ്ടാണ്. മലയാളികൾ ഈ കാര്യത്തിൽ മുമ്പിലാണ്. സ്തോത്രം. ആമേൻ. ആരുടെയും കുഴപ്പം കൊണ്ടല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാണ് ദൈവം. ഒരു 25 വർഷമെങ്കിലും സക്കറിയാവും എലിസബത്തും പ്രാർത്ഥിച്ചെന്ന തിയോളജിയൻസ് പറയുന്നത്. അവരെഴുതി തള്ളി, പക്ഷെ ദൈവം എഴുതി തള്ളിയില്ല. നിന്റെ നാട്ടുകാരും സഭക്കാരും എഴുതി തള്ളിയ വിഷയം ഒരു സുപ്രഭാതത്തിൽ ദൈവം ഏറ്റെടുക്കും. ഓ ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല. കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിച്ചോണം, ദൈവം നിങ്ങളെ അയക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇപ്പം ഏത് പിള്ളേരോട് ചോദിച്ചാലും UK, കാനഡ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുക. നടക്കും. അഭിഷേകം പ്രാപിച്ചാൽ മതി. അഭിഷേകം പ്രാപിച്ചാൽ ആമേൻ എത്തിക്കേണ്ടിടത്ത് ദൈവം എത്തിക്കും. ഞാനതിന് സാക്ഷിയാണ്. അപ്പം പഠിക്കാൻ കഴിയാത്ത എനിക്ക് 4 മാസ്റ്റേഴ്സ്
ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകാൻ ദൈവം സഹായിക്കും. 2 PhD ദൈവം എനിക്ക് തന്നു. ദീർഘവർഷങ്ങളായി ബൈബിൾ സ്കൂളൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരക്ഷരം അറിയാത്ത എന്നെ ചേഞ്ച് ചെയ്തത് എന്നി പകർന്ന 12ാമത്തെ വയസ്സിൽ എന്നി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ രാബാഷാദാലാദ, ഓ ഗ്ലോറി, 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 ഗ്ലോറി. എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മറിയെ കണ്ടപ്പോൾ എലിസബത്തിൻ്റെ വയറ്റിൽ ആമേൻ പിള്ള തുള്ളി. തള്ളയല്ല തുള്ളിയത്, പിള്ള തുള്ളി. കാരണം ദൂത് ഏറ്റെടുത്ത ഒരുത്തി ഇവിടെ വന്നു. ദൂതും തമ്മിൽ കോടുമ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ ദൂത് ചലിക്കും, ദൂത് ചലിക്കും. നിന്റെ വിശ്വാസം കത്താമെങ്കിൽ പ്രോമിസ് ദൈവം നിവർത്തിക്കും. ഗ്ലോറി, 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 ഗ്ലോറി. ഓ രാബാഷാദാലാരാദിയ. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താം. കർത്താവിൻ്റെ ദാസൻ സംസാരിക്കും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. റോമാലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. റോമൻസ് 4:17. മതി. എനിക്ക് ആ വായന ഇഷ്ടപ്പെട്ടു. ആൻറ്റിയുടെ വായന ഇഷ്ടപ്പെട്ടു. ശബ്ദം എടുത്ത് ചിലർ വായിച്ചാൽ കേൾക്കത്തില്ല. മരിച്ചവരെ, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, മരിച്ചവരെ. അവൻ ദൈവം ആരാ? അബ്രഹാം പറയുകയാണ്, മരണം വരെ മാത്രമല്ല എൻ്റെ ഫെയ്ത്ത്, മരിച്ചാലും ഗോഡ് ക്യാൻ ഡു സംതിങ്. മരിച്ച വിഷയമാണേലും സഭായോഗത്തിൻ്റെ നടുവിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം. ഗ്ലോറി, 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 ഗ്ലോറി. രണ്ടാമത്തെ കാര്യം എന്താ? അതിനർത്ഥം എന്താ? ആമൻ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കാന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഗോഡ് ക്യാൻ ക്രിയേറ്റ് സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. ഒന്നുമില്ലാത്തിടത്ത് ഈ രാവിലെ ദൈവം പറഞ്ഞാൽ ഉളവാകും. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ വിശ്വാസം. 90 വയസ്സുള്ള സാറയും 100 വയസ്സുള്ള അബ്രഹാമും കൈ കോർത്തിരുന്ന് പറയുകയാണ്, മരിച്ചാലും ദൈവം പൊക്കും, ഇല്ലെങ്കിലും ചാരത്തു നിന്ന് ഐസക്കിനെ ദൈവം പുറത്തു കൊണ്ടുവരും. ഐസക്കിനെ സാക്രിഫൈസ് ചെയ്യാൻ അബ്രഹാം തയ്യാറായതിൻ്റെ കാരണം ആ ചാരത്തിൽ നിന്ന് തമ്പുരാൻ വിളിച്ചാൽ ഇതിലും സുന്ദരനായ ഒരൈസക്ക് എഴുന്നേറ്റ് വരുമെന്ന്. ഓ ഹല്ലേലൂയ, ആമേൻ. ആ 100 വയസ്സുള്ള മനുഷ്യൻ വിശ്വസിച്ചു. പൗലോസ് പറയുക, നിങ്ങൾക്കും വിശ്വാസം ദൈവം തന്നിരിക്കുന്നു. അബ്രഹാമിന് മാത്രമല്ല, നീ വിശ്വസിച്ചാൽ നിനക്കും ഈ സഭായോഗത്തിൽ നീതിയായി ദൈവം കണക്കിടും. അവിശ്വാസം പറഞ്ഞു നടക്കത്തില്ല. പക്ഷെ വിശ്വാസം അബ്രഹാമിനോടും സാറയോടും പറഞ്ഞു നടക്കും. വാഗ്ദത്തം ചെയ്തവൻ ശക്തൻ. സാത്താൻ ചെവിയിൽ പറഞ്ഞു നടക്കത്തില്ല, യൂട്രസിൽ ജീവൻ ഉണ്ടാകത്തില്ല, എല്ലാ കോശങ്ങളും നശിച്ചു, നിന്റെ ശരീരം നിർജീവമായി, ഡെഡായി. നിന്റെ ശരീരം ഡെഡാണ്, നിന്റെ സെൽസ് എല്ലാം ഡെഡാണ്, നിന്റെ ഭാര്യയുടെ യൂട്രസ് മുഴുവനും പോയി, ഇനിയും ജീവൻ ഉണ്ടാകത്തില്ല. വെറുതെ സ്വത്രം പറയരുത്, വെറുതെ നീ സ്വത്രം പറയരുത്. അബ്രഹാം പറഞ്ഞു, പിശാചേ നീ പറഞ്ഞത് ശരിയാണോ, പക്ഷേ വാഗ്ദത്തം ചെയ്തവൻ ശക്തൻ. ഹല്ലേലൂയ. മരിച്ച കോശത്തിൻ്റെ അകത്തുനിന്ന്, മരിച്ച സെല്ലിൻ്റെ അകത്തുനിന്ന് ദൈവം തമ്പുരാൻ ജീവൻ കൊണ്ടുവരോ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി കാര്യം എൻ്റെ മനസ്സിൽ വരുന്നു. പ്രസംഗം തുടങ്ങുമ്പോഴാണ് കാര്യം വരുന്നത്. പക്ഷേ ഞാൻ നിർത്തുക.
പാസ്റ്റർ പറയുന്നു പറഞ്ഞോളാൻ. നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷൻ ഫീൽഡിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിലാണ്. എൻ്റെ അടുത്തൊരു സഹോദരി ഹിന്ദിക്കാരിയാണ്, ബൈബിൾ വായിക്കുന്നു, ഹിന്ദി ബൈബിൾ. ഞാൻ അവരെ പരിചയപ്പെട്ടപ്പോൾ അവരോട് അവർ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, റായ്പൂർ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസാണ് ഞാൻ. അവർ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ സഹോദരിനോട് പറഞ്ഞു, ഞാൻ ക്രിസ്ത്യനായി, ഞാൻ ബ്രാഹ്മണനായിരുന്നു, ബ്രാഹ്മണ ലേഡിയായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ പെന്തക്കോസിലാണ്. സ്തോത്രം. ഞാൻ ചോദിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, 23 വയസ്സുള്ള എൻ്റെ മകൻ എൻജിനീയറിംഗ് 2ാം ഇയർ ആയിരുന്നു. അവന് ബ്രെയിൻ ക്യാൻസറായി ഭോപ്പാൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ മരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു. ബ്രെയിൻ സെല്ലും മുഴുവൻ നശിച്ചു. ക്യാൻസർ അവൻ്റെ ഹോൾ ബോഡിയിലായി. അപ്പോൾ അവന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെള്ളം എടുക്കാൻ പോയ സമയത്ത് ജൂവായിട്ട ഒരു മനുഷ്യൻ വന്നിട്ട് ഹിന്ദിയിൽ പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു വാക്യവും എനിക്ക് മനസ്സിലായില്ല. ബൈബിളിലെ വാക്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്, കാരണം ഞാൻ ഹിന്ദുവാണ്. പക്ഷെ അവസാനം അദ്ദേഹം പറഞ്ഞു, പ്രഭു യീശു മസിക്ക് നാം പർ മാങ്താ, യേശു ക്രിസ്തുവിൻ്റെ നാമം. ആ ഒരു വാക്ക് മാത്രമേ എനിക്ക് കേട്ടുള്ളൂ, ഞാൻ വേറെ ഒന്നും കേട്ടില്ല. എൻ്റെ മകൻ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. മരിക്കാൻ കിടന്ന എൻ്റെ മകൻ, ഡോക്ടർമാരെല്ലാം ഓടി വന്നു. ആമേൻ, ബ്രെയിൻ ഡെഡായ മനുഷ്യൻ ആമേൻ യേശുവിൻ്റെ നാമത്തിലുള്ള പവർ കൊണ്ട് എഴുന്നേറ്റു. ഞാനും എൻ്റെ മോനും സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. എൻ്റെ ഭർത്താവ് എതിരാണ്. റായ്പൂർ ഹൈക്കോർട്ടിൽ എൻ്റെ ക്വാർട്ടേഴ്സിൽ വെച്ച് ഞാൻ യോഗം നടക്കുന്നുണ്ട്. ഗവൺമെൻറ് എനിക്ക് താക്കീത് തന്നു, യോഗം നടത്തരുത്. എന്നിട്ട് ആ സഹോദരി പറയുകയാണ്, ജോലി പോകുന്നെങ്കിൽ പോട്ട്, പക്ഷേ യേശുവിൻ്റെ നാമത്തിൻ്റെ പവറാണ് വലിയത്. ഹല്ലേലൂയ. കാരണം ആ നാമത്തിൻ്റെ, ആ പേരിൻ്റെ അകത്ത് മരിക്കാൻ കിടന്ന 23 വയസ്സുള്ള എൻ്റെ മകൻ ചാടി എഴുന്നേറ്റെങ്കിൽ ആ നാമത്തിൽ പവറുണ്ട്, ആ നാമത്തിൽ പവറുണ്ട്, ആ നാമത്തിൽ പവറുണ്ട്. ആ നാമത്തിൽ പവറുണ്ട്. അത്ഭുതം നടക്കും. മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചെങ്കിൽ ഇനിയും കയ്പ് നടക്കും. എന്നാൽ വലിയ വിടുതൽ. ഊടോ റബത്തിയ, ഭാരമുള്ള വിഷയം ഊടോ റബത്തിയ എഴുതി തള്ളിയതോ, ഓ ദൈവം നിനക്ക് വേണ്ടി നീ പ്രാർത്ഥനാ മുറിയിൽ ഞരങ്ങുന്നത് ദൈവം ഏറ്റെടുക്കും. രാത്രി 11:30 ഈ സഹോദരി ഈ എയർ കണ്ടീഷൻ കമ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ മനുഷ്യരോടും സുവിശേഷം പറഞ്ഞു. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. എത്ര വർഷം കൊണ്ട് ഞാനൊരു പെന്തക്കോസിലെ പാസ്റ്ററാണ്, ഒരാളോട് പോലും സുവിശേഷം പറയാനുള്ള ചങ്കൂറ്റം എനിക്കില്ല. പക്ഷേ ആ കമ്പാർട്ട്മെൻറ്റിൽ എത്ര പേരുണ്ടെങ്കിലും ആ സ്ത്രീ അവരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, യേശു വരാറായി, യേശു വരാറായി. അവൻ്റെ നാമത്തിൽ പവറുണ്ട്, അവൻ്റെ നാമത്തിൽ പവറുണ്ട്. ദൈവത്തെ എനിക്ക് ചില വർഷം മുമ്പ് അവർ എറണാകുളം ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസായിട്ടാണ് റിട്ടയർഡ് ആയത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. 4 സ്റ്റേജായി, 4th സ്റ്റേജായി. ഈ ക്യാൻസറിൻ്റെ സ്റ്റേജുകളൊക്കെ ഡോക്ടേഴ്സിനേ ഉള്ളൂ, മനുഷ്യർക്കേ ഉള്ളൂ. ദൈവത്തിന് സ്റ്റേജില്ല, ദൈവത്തിന് സ്റ്റേജില്ല. സ്റ്റേജ് നമുക്ക് വരാൻ എന്താ കാരണം എന്നറിയാമോ? കഴിവില്ലാത്തത് കൊണ്ട്. കഴിവുള്ളവന് സ്റ്റേജില്ല. കാരണം ഹീസ് ബിയോണ്ട് സ്റ്റേജ്. അവൻ സ്റ്റേജുകൾക്ക് അധീനനാണ്. എത്ര ക്രിട്ടിക്കലാണേലും അവസാന ഹോപ്പുള്ളത് പ്രാർത്ഥനയിലാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ദൈവദാസിയെ നിനക്ക് ഹോപ്പുണ്ട്. സഹോദരൻ നിനക്ക് ഹോപ്പുണ്ട്. ഇന്ന് രാവിലെ നിനക്ക് ഹോപ്പുണ്ട്. ദൈവം നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ.
അപ്പം നാല് 4th സ്റ്റേജ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഒരു രാത്രി എന്നെ വിളിച്ചു. ക്യാൻസറാ. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരി പാസ്റ്റർ എം എ വർഗീസിൻ്റെ ചർച്ചിലാണ് ബാംഗ്ലൂർ. അപ്പം അവിടെ വിളിച്ചപ്പോൾ പാസ്റ്റർ എം എ വർഗീസ് എൻ്റെ നമ്പർ കൊടുത്ത. അപ്പോൾ ഈ പ്രിയപ്പെട്ടവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ താമസിക്കുന്ന മുറിയിൽ രാത്രി 11:45 ഒന്ന് വരാമോ? നാളെ അല്ല ഇന്ന് വരാം. ഞാൻ അവിടെ 32 വയസ്സുള്ള IT എഞ്ചിനീയർ. അത് തന്നെ വൈഫ് M.Tech കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. 4 വയസ്സുള്ള ഒരു കുഞ്ഞ്, 4th സ്റ്റേജ് ബ്ലഡ് ക്യാൻസർ, 2 ആഴ്ചയ്ക്കുള്ളിൽ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ആ ചെറുപ്പക്കാരന് പറഞ്ഞു, പാസ്റ്റർ ഞാൻ മരണഭീതിയിലാണ്. ആ തറയിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ മുട്ടുകുത്തി. അവർ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 4 മാസമായി ഞാൻ ഉറങ്ങിയിട്ടില്ല, പക്ഷെ ഇന്നലെ ഞാൻ സമാധാനമായി ഉറങ്ങി. ഹല്ലേലൂയ. 2 ആഴ്ചയ്ക്കുള്ളിൽ മരിക്കുമെന്ന് ഡോക്ടർ ആവർത്തിച്ചു പറഞ്ഞ മനുഷ്യൻ 4.5 കൊല്ലമായിട്ടും ഞാനില്ലാത്തപ്പോൾ സഭയിലെ സഭായോഗം നടത്തുന്ന അദ്ദേഹമാണ് ഇപ്പോഴും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരാരോഗ്യമുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ RBC WBC ബ്ലഡ് പ്ലേറ്റ്സ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ബോഡിയിലുണ്ടോ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, സ്റ്റേജ് മനുഷ്യനാ, സ്റ്റേജ് ദൈവത്തിനില്ല. ആമേൻ. കാരണം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം. അബ്രഹാം പറഞ്ഞു, ആമേ വിശ്വസിച്ചു, ഹി ക്യാൻ ക്രിയേറ്റ്. മരിച്ച നിന്റെ വിഷയം 4 ദിവസമായാലും നാറിയാലും ഈ സഭായോഗത്തിൽ എഴുന്നേക്കും. ഹല്ലേലൂയ. കാരണം ദൈവത്തിനത് കഴിയും, ദൈവത്തിനത് കഴിയും, ദൈവത്തിനത് കഴിയും. ക്രിയേറ്റ് ചെയ്യും. മക്കളില്ലാത്തൊരു ഫാമിലി ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്നു. 13 വർഷം മക്കളില്ല. അവരൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അവരുടെ വീട് സന്ദർശിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അത് നല്ലതാണെന്ന് അവരോട് പറഞ്ഞു. പക്ഷേ രാത്രി തിരിച്ചു വന്ന് കിടന്നപ്പോൾ വെളുപ്പിനെ ആയപ്പോൾ ഞാനൊരു ദൈവശബ്ദം കേൾക്കുകയാണ്. ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും അമേരിക്കയിലെയും ഡോക്ടേഴ്സ്, ഈ സഹോദരി ഒരു ഡെൻറ്റിസ്റ്റാണ്, അവൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് അവരോട് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. അപ്പം ഞാനും അഡോപ്ഷന് സപ്പോർട്ട് ചെയ്തു. 4 മണിയായപ്പോൾ ഒരു ദൈവശബ്ദം എൻ്റെ കാതിൽ, ആ സ്ത്രീയോട് അഡോപ്റ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാൻ, ഹു ആർ യു? അവിടെ ഉദരത്തിൽ നിന്ന് ജീവൻ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയും. 2 പ്രാവശ്യം ഞാൻ ആ ദൈവശബ്ദം കേട്ടു. അവിടെ ഉദരത്തിൽ നിന്ന് ജീവൻ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയും. രാവിലെ ഞാൻ ആ സഹോദരിയെ വിളിച്ച് പറഞ്ഞു, അഡോപ്ഷന് പോകരുത്, 6 മാസമെങ്കിലും പ്രാർത്ഥിക്കണം. ഞാൻ ചുരുക്കി പറയട്ടെ, ആമേൻ, അവർക്ക് 2 മക്കൾ ഇപ്പോഴുണ്ട്. ഹല്ലേലൂയ. 13 വയസ്സും 11 വയസ്സുമുള്ള 2 മക്കൾ. ആമേൻ. ലോകത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു നടക്കത്തില്ല, പക്ഷെ ജീവൻ ഉൽപ്പാദിപ്പിക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് ദൈവമാണ്, ദൈവമാണ്. ഓ ഗ്ലോറി, ഓരി 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 ഓരി. ഗ്ലോറി 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 ഗ്ലോറി. സ്തോത്രം. അവൻ വിളിച്ചാൽ ഇന്ന് രാവിലെ ഉണ്ടാവും. ലാസറിൻ്റെ കല്ലറയിൽ പോയി യേശു ലാസറെന്ന് പോലും വിളിച്ചില്ലെന്നാ ഒരു സ്കോളർ പറയുന്നത്. ലാ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതിന് മുമ്പേ അവൻ എഴുന്നേറ്റു. അപ്പം തമ്പുരാൻ ഇന്ന് രാവിലെ തോമസ് എന്നുള്ളതിന് തോന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ഈ രാവിലെ എഴുന്നേക്കും. സ്തോത്രം. സഭായോഗത്തിൽ ഇത്ര വിശ്വാസമുള്ളവരാണ് വരേണ്ടത്. ചുമ്മാതെ കയ്യും കെട്ടി ഉപദേശി പറയുന്ന കേൾക്കാൻ വേണ്ടി വരുന്ന ഒരുത്തനും ഈ യോഗം ഗുണമല്ല. വചനം ഏറ്റെടുത്ത് കൈ ചലിച്ച് വിശ്വാസത്താൽ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലെന്ന് പറഞ്ഞാൽ
എനിക്ക് പ്രസംഗം വരുന്നേ ഉള്ളൂ. ഞങ്ങളുടെ അവിടെയൊക്കെ 20 മിനിറ്റാണ് മാക്സിമം പ്രസംഗം. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ 1 മണിക്കൂറുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ 5 പ്രസംഗം ഒന്നിച്ചാണ് പ്രസംഗിക്കുന്നത്. സ്തോത്രം. പക്ഷേ ഞാൻ നിർത്തുക. കർത്താവിന് ദാസൻ പ്രസംഗിക്കാൻ പറഞ്ഞാലും മറ്റുള്ളവരെ ആദരിക്കണമെന്നാണ് വചനം പറയുന്നത്. സ്തോത്രം. അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. അടുത്തിരിക്കുന്നവർ ആ കരം ഒന്ന് കൊടുത്ത്, കരം കൊടുക്കാൻ കഴിയുന്നവർ, വിശ്വാസമുള്ളവരെ കൈ കൊടുക്കാവും, അല്ലാത്തവർ കൈ കെട്ടിക്കൊണ്ടിരിക്കണം. സ്തോത്രം. വിശ്വാസമുള്ളവരെ കൈ കൊടുക്കണം. വിശ്വാസമുള്ളവർ. ഇന്ന് രാവിലെ ക്രിയേഷൻ നടക്കും. ഇന്ന് രാവിലെ മരിച്ചത് ഈ ചെല്ലക്കാട് ചർച്ച കോഡിൽ ഉയർത്തെഴുന്നേക്കും. ക്ഷകത്തലാദിയ ഒരുമിച്ച് എല്ലാവരും സ്വോത്രം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, സ്വോത്രം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്. ഹൗഡ ലാര വൈഡ പ്രമാനതകഷ്യ. കരുണയുള്ള ദൈവമേ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്കവരെ അറിയത്തില്ല, പക്ഷെ സങ്കടമുള്ളവരിവിടെ ഉണ്ട്, രോഗമുള്ളവരിവിടെ ഉണ്ട്, മാരക പ്രയാസത്തിലൂടെ പോകുന്നവരിവിടെ ഉണ്ട്, മരണഭീതി കഴിയുന്നവരിവിടെ ഉണ്ട്. എൻ്റെ അപ്പാ, ഇന്ന് രാവിലെ ഇവരെ സൗഖ്യമാക്കണമേ. അങ്ങക്കൊരു കാര്യം അസാധ്യമല്ല, ഒരു കാര്യം അസാധ്യമല്ല. നിന്റെ ശക്തി ഇവരുടെ മേൽ നിഴലിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കും. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആ കൈയൊന്നടിച്ച് ദൈവത്തെ സ്തുതിക്കാം.